ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 33-ാം വാക്യം. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് ചെന്ന് അവനെ കണ്ടു. മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ കഴുകി. യാത്രാമധ്യേ നമുക്ക് ഒരുപാട് തിരക്കുകളുണ്ടെന്നേ. നമ്മുടെ തിരക്കുകൾ എപ്പോൾ തീരാനാ? രാവിലെ എഴുന്നേറ്റിട്ട് രാത്രിയാകുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, എന്ത് പെട്ടെന്ന് ദിവസം പോയത്. ഒരുപാട് യാത്രകളുടെ മധ്യയാണ് നാം, ഒരുപാട് തിരക്കുകളുടെ ഇടയിലാണ് നാം. പക്ഷെ ഈ തിരക്കുകളുടെ ഇടയിൽ, യാത്രയുടെ ഇടയ്ക്ക് നമ്മുടെ ലക്ഷ്യങ്ങളും ഓട്ടവും അവിടെ ഒന്ന് നിർത്തിയിട്ട് ദുരിതത്തിലും ഭാരത്തിലും കിടക്കുന്നവനെ അവർ കിടക്കുന്ന സ്ഥലത്ത് വെച്ച് കാണണം. വേർ ദേ ആർ ലേയിങ് ഡൗൺ. അവരെവിടെ കിടക്കുന്നു, അവരെവിടം വരെ അവരുടെ കിടപ്പ് എവിടെയാണെന്ന് അറിഞ്ഞ് അടുത്ത് ചെല്ലുന്നതിലാണ്. സുവിശേഷം മുഴുവൻ നിൽക്കുന്നത് ഇവിടെയാണ്. നിന്റെ സഹോദരൻ എവിടെ കിടക്കുന്നു? അവൻ കൈയും കാലും ഇട്ടടിച്ചിട്ട് എങ്ങും എത്തുന്നില്ല. അവൻ എവിടെ കിടക്കുന്നു എന്ന തിരിച്ചറിവ് പോലും സുവിശേഷമാണ്. ആ ജ്ഞാനം പോലും സുവിശേഷമാണ്. ബാക്കിയാണ് അടുത്ത് ചെല്ലുന്നതൊക്കെ പിന്നീടാ. മൂന്നാമത്തെ കാര്യമാണ് എണ്ണയും വീഞ്ഞും ഒഴിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ എവിടെ കിടക്കുന്നു എന്ന് ഇടയ്ക്കെങ്കിലും ഒന്നറിയാം. കൈയും കാലും അടിച്ചിട്ട് എങ്ങും എത്താത്ത മനുഷ്യരുടെ കിടപ്പും നിലവിളിയും ഒന്ന് അറിയാൻ, ഒന്ന് അടുത്ത് ചെല്ലാൻ, പിന്നെയല്ലേ മനസ്സലിയുന്നതും കൊടുക്കുന്നതും. അത് മൂന്നാമത്തെ കാര്യമാണ്. അങ്ങനെ പടിപടിയായി അഭിഷേകത്തിൽ ഉയരാനും പരോപകാരം വഴി ലോകത്തെ കീഴടക്കാനും നമുക്കെല്ലാം ഒരു വിളിയുണ്ട്. അത് മുടക്കുമ്പം നമ്മുടെ യാത്രയും മുടങ്ങും. ആമേൻ ആമേൻ.